പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുറച്ച് ഹാർഡ് വർക്കുള്ള വിഷയങ്ങളുണ്ട്. മേജർ ഇഷ്യൂസ് ഇല്ലേ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. മൈനർ ഇഷ്യൂസ് ഉണ്ടാവും, മേജർ ഇഷ്യൂസ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവുമല്ലോ. ഓഫീസിലുണ്ടാകും അല്ലേ, അയൽവാസികളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും, സ്വന്തം കുടുംബത്തിലുള്ളവരുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും, പലതരത്തിൽ ഇഷ്യൂസ് ഉണ്ട്. അത് മേജറുണ്ട്, മൈനറും ഉണ്ട്. ഈ മേജർ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവ് ഇഷ്യൂസിനെ രണ്ടായിട്ട് തിരിക്കും, മൈനർ ആൻഡ് മേജർ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഈശോ രണ്ടായിട്ട് തിരിക്കും. അതായത് ചെറിയ പ്രശ്നങ്ങളെന്നും വലിയ പ്രശ്നങ്ങളെന്നും. വലിയ പ്രശ്നങ്ങളെന്ന് കാരണം പ്രാന്തന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. സത്യമായിട്ടും നിങ്ങളത് നോക്കൂ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും നോർമലായിട്ടുള്ള ആൾക്കാരല്ല. സുവിശേഷത്തിലൊരു വട്ടനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കടി തട്ടിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാന്തനയാളെ ശരിക്കും സെൻസ് പോയൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാക്കി നമ്മളതിന് ക്ഷമിച്ചു, സോവർ ഇല്ലേ? ഇല്ല, ചില ആൾക്കാർക്ക് പറഞ്ഞത് അവരിങ്ങനെ പട്ടാങ്ങെ പറഞ്ഞ് ക്ഷമിച്ചാലും പിറ്റേ ദിവസം വെള്ളം അടിച്ചുകൊണ്ട് പിന്നെയും വരും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. സെയിം പ്രശ്നം. ഇങ്ങനെ വെള്ളമടിക്കാരനും അതുപോലെ തന്നെ മദ്യപാനിയുമായൊരു മനുഷ്യൻ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ കർത്താവ് പറഞ്ഞ് എന്നോട് ചോദിച്ചു, ഇങ്ങനെ വായിക്കറി പലുണ്ടാന്ന് നോക്കിയാൽ ഏത് പാമ്പും കടിക്കുമല്ലോ, ഏത് പട്ടിയും കടിക്കല്ലേ വായിക്കറി പലുണ്ടാന്ന് നോക്കിയാൽ. അപ്പോൾ നമ്മളെന്ത് പറയും? കടിക്കും. പക്ഷെ കർത്താവ് പറയും കടിക്കത്തില്ലെന്ന് പറയും. ഓ, ഏത് പട്ടിയും വായിക്കറി കൈയിട്ട് ആ പല്ലുണ്ടാന്ന് നോക്കിയാൽ കടിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്ത് പറയും? കടിക്കും. കർത്താവ് പറയും വട്ടന്മാരൊക്കെ അങ്ങനെ ഒത്തിരി ഉണ്ടാകും, അവർക്കിങ്ങനെ വായിലിടയ്ക്ക് കൈയിട്ടുകൊണ്ടിരിക്കും, പക്ഷെ കടിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറയാം. അപ്പോൾ പത്രോസ് വാ വിളിക്കും. പത്രോസ് ഉടനെ പറയും കടിക്കാതിരിക്കണമെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടി വരുമായിരിക്കും. പത്രോസിൻ്റെ ഒക്കെ ആ രീതികൾ രസമാണ്. അതായത് ഒരു മനുഷ്യൻ, അതാണ് ഈശോ 17:4 ലുക്കായുടെ സുവിശേഷത്തിലെ 17:4, ഒരു മനുഷ്യൻ 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കി 7 പ്രാവശ്യം വന്ന് നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ അവനോട് ക്ഷമിക്കണമെന്ന് പറയുന്നതാണ് ഈ പറയണത്. അവന് വട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അവൻ മനുഷ്യൻ പോലും ആയിരിക്കത്തില്ല. കർത്താവ് പിന്നെ അങ്ങനെ പറയണത് ശരിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സോപ്പിട്ട് പറയണതാണ്. ഒരു മനുഷ്യൻ അയാൾ വട്ടാണ്, ഫ്ലാറ്റ് വട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഇഷ്യൂ 2 ഇഷ്യൂ 3 ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ 7 പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിൻ്റെ അടുത്ത് വന്നൊരു മാപ്പ് ചോദിച്ചാൽ നീ 7 പ്രാവശ്യം ക്ഷമിക്കണം. അതാണ് മേജർ ഇഷ്യൂ എന്ന് ഞാൻ പറയണത്. ഈ മേജർ ഇഷ്യൂവിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു വിശ്വാസി ചിലപ്പോൾ വീണ് പോകേണ്ട ഒരു സ്ഥലമാണത്. ഇപ്പോൾ 1, 2, 3 ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ വീഴാതെ അങ്ങനെ പിടിച്ചിരിക്കും അല്ലേ. 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ഫ്ലാറ്റായിട്ട് വീണ് പോകും. അപ്പോൾ വീണ് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് വിളിയും തിരഞ്ഞെടുപ്പും. വിളി എന്താണ്? വിളി തന്നോടുകൂടി ആയിരിക്കാൻ. തന്നോടുകൂടി ആയിരിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും തൻ്റെ കൂടെ ആയിരിക്കുകയാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. രാജരാജ രാജാതിരാജ പാടിപ്പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ.
നമ്മുടെ റോമാലേഖനത്തിലില്ലേ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമതൊരു സുന്ദരമായ വചനമുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വചനം എന്താ? സൽക്രമങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് പ്രൈസ് ദി ലോർഡ് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒന്ന് ഏറ്റു പറഞ്ഞ മക്കളെ, സൽക്കർമ്മങ്ങളിൽ സ്ഥിരമായി നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. ഇതാണ് പത്രോസിനോട് പറഞ്ഞത്. പത്രോസിന് വെച്ച് ആ വട്ടന് 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കുകയെന്നാണ് ഈശോ. അപ്പോൾ ഈശോ പറഞ്ഞ് 7 പ്രാവശ്യവും അവൻ നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ അവനോട് ക്ഷമിക്കണം. എന്താണ് ഉദ്ദേശം? ആ ക്ഷമയുടെ ഉദ്ദേശം ഭൗതികമായ സമാധാനം അല്ല. അതാണ് റോമ 2:7 പറയണത്. ആ ക്ഷമയെന്ന സൽക്കർമ്മങ്ങളിൽ നീ എന്ത് ചെയ്യണം? സ്ഥിരമായി നിൽക്കണം. എന്തിനാണ് അത് അങ്ങനെ സ്ഥിരമായി നിൽക്കുന്നത്? ആരാണെന്നാണ് റോമ 2:7 പറയണത്? അവർ മഹത്വവും ബഹുമാനവുമാണ് കാക്ഷിക്കുന്നത്. പിന്നെ എന്താണ്? അക്ഷയത്വവും. നമ്മളെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എന്താ പറയണത്? ശരീരത്തിൻ്റെ ഉയർപ്പെന്നാണ് പറയണത് അല്ലേ? നിത്യമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അക്ഷയത്വവും അവിടെ റോമ 2:7 എന്താ പറയണത്? മഹത്വം അല്ല, സൽക്കർമ്മങ്ങൾ സ്ഥിരമായി നിൽക്കുന്നവരെ, 70 പ്രാവശ്യം ക്ഷമിക്കുന്നവരെ, അത് സ്ഥിരമായി നിൽക്കുന്നവർ എന്ത് സംഭവിക്കും? എന്താണ് അവർ അന്വേഷിക്കുന്നത്? മഹത്വം. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. ബഹുമാനം ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. പിന്നെ എന്താണ്? ഈ മഹത്വവും ബഹുമാനം അന്വേഷിക്കുന്നവർ ആക്ച്വലായിട്ട് എന്താ അന്വേഷിക്കുന്നത്? അവർ അക്ഷയത്വമാണ്, ശരീരത്തിൻ്റെ ഉയർപ്പ്. ദൈവമയതല്ലേ? നീ ഇത് കേട്ടോ? കർത്താവ് പറഞ്ഞത് എന്താണ്? നീ ഒരു വിഷയം കർത്താവിന് വേണ്ടി സൽപ്രവൃത്തി സ്ഥിരമായി നിന്നാൽ നീ അന്വേഷിക്കണം ഈ ലോകമല്ല. നീ അന്വേഷിക്കുന്നത് എന്താണ്? നിത്യതയാണെന്ന്, അക്ഷയത്വമാണെന്ന്. മഹത്വീകരിക്കപ്പെട്ട കർത്താവിനുള്ള ഉറ്റുതന്റെ ശരീരമാണ്. സാക്ഷ്യം നൽകട്ടെ. സുധികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങൾ, ഇപ്പം മനസ്സിലായോ എന്താ കാര്യം? അബ്നോർമലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങളില്ലേ? നമുക്ക് 2 തരം സഹനങ്ങളാണ് ഉള്ളത്. നോർമൽ സഫറിങ്സ് ആൻഡ് അബ്നോർമൽ സഫറിങ്സ്. അബ്നോർമൽ സഫറിങ്സ് ആർ മേജർ ഇഷ്യൂസ്. ഇതിലൂടെ എന്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇതിനെയാണ് നമ്മൾ നിത്യതയാണ് ഇതിൻ്റെ ഓഹരി. മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് ദൈവം സൽപ്രവർത്തികൾ ഇതുപോലെ സ്ഥിരമായിരുന്നാൽ 70 പ്രാവശ്യം അവർ ക്ഷമിക്കാനുള്ള അവസരം വന്നിട്ട് അതുപോലെ ചെയ്താൽ നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? നിത്യതയാണ്.
ദൈവവേദനേ, ഞാനും നീയും കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി നിന്റെ പേരെഴുതി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മേജർ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആദ്യം തന്നെ ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നോബൽ ടോമി. ഞാൻ കോട്ടയം ജില്ലയിൽ വിജയം രൂപതയുടെ സെൻറ്റ് ബോനിഫോസ് ഇടവയിൽ നിന്ന് കാണക്കാരിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഏകദേശം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 11-ാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി. ഇപ്പം ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിക്ക് കാരണഭൂതനായ ഒരമ്മയും കുഞ്ഞും, എന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ബേക്കറി 4 വർഷമായ ഒരു ബേക്കറി നടത്തുകയായിരുന്നു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടോടു കൂടി ഈ മാർച്ചിൽ ആ ബേക്കറി എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. കടബാധ്യതയായിരുന്നു എനിക്ക്. കാരണം വളരെയധികം ദിവസം ഞാൻ ഈ ലാസ്റ്റ് ദിവസം കടയടക്കുന്നതിന് മുന്നേ ഇരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാനിത് എന്ത് ചെയ്യും, കടയടക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പലവട്ടം ഞാൻ ചിന്തിച്ചിരുന്ന സമയത്താണ് എൻ്റെ കടയിലേക്ക് ഒരു അമ്മയും കുഞ്ഞും കയറി വരുന്നത്. എന്നോട് ചോദിച്ചു, എന്നാ ചേട്ടാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാധനങ്ങളൊന്നുമില്ല മേടിക്കാൻ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുമായി ഞാൻ തികച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ വന്ന യുവതി എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ 1 മാസത്തെ ശമ്പളം മേടിച്ചിട്ടാണ് ഞാൻ ഈ കടയിൽ ഇപ്പോൾ വന്നത്. ചേട്ടനറിയാവോ, ആലപ്പുഴയിലുള്ള കലവൂരിലുള്ള കൃപാസനത്തിൽ പോയിട്ടാണ് എനിക്കിന്ന് ഈ ശമ്പളം മേടിക്കാൻ സാധിച്ചതും ചേട്ടായുടെ കടയിൽ വരാൻ സാധിച്ചതും. ചേട്ടായി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ചേട്ടായുടെ കടബാധ്യത മാറുകയും സന്തോഷത്തോടു കൂടി ചേട്ടയുടെ കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ആ മോൾ പറഞ്ഞു തന്ന കാര്യം അനുസരിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കാരിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ യുവതി എനിക്ക് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇരുന്ന് ഒരാഴ്ച പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവിക അനുഗ്രഹം കിട്ടുകയുണ്ടായി. അങ്ങനെ ഞാൻ ഈ ദേവാലയത്തിൽ വരുവാൻ ഏകദേശം ഫെബ്രുവരി 11-ാം തീയതി ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരികയുണ്ടായി. വരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും കൂടെയാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത്. രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പോകുന്നതാണ്. ജപമാല ചൊല്ലി ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എനിക്ക് കയറാൻ പറ്റില്ല ഉടമ്പടി ക്ലാസ്സിൽ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ കാര്യങ്ങൾ നേടിത്തരണമേ, ഞാൻ അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ കയറി ഞാൻ എല്ലാ കാര്യങ്ങളും കടന്ന് ഞാൻ ഈ ഭാഗം വഴി ഇങ്ങനെ കറങ്ങി വന്ന് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാനായി നിന്നു. ഞാൻ നോക്കുമ്പോൾ പലവരുടെയും കയ്യിൽ ഈശോ വിളക്ക് കൊടുത്തു, മാതാവിനെ കൊടുത്തു, തിരി കൊടുത്തു, അങ്ങനെ പലവിധമായി. ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ ഈശോയെ. എന്നാൽ വേണ്ട. ഞാൻ നോക്കിയപ്പം എൻ്റെ മുന്നിലൊരു ചേട്ടനായിരുന്നു മാതാവിനെ പിടിച്ചുകൊണ്ട് നിന്നത്. ഞാൻ ആ ചേട്ടൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ലഭിച്ചില്ലെങ്കിലും ഞാൻ ഈ ചേട്ടനെ തൊട്ട് നിന്നോളാം. ഞാൻ അമ്മയെ തൊട്ട പോലെ തന്നെയാണ് ഞാനും തൊട്ടത്. ഒരു നിമിഷം ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിൽക്കുന്ന നിലത്ത് നിന്ന് പയ്യെ ഉയർന്ന പോലെയും സുഗന്ധ പരിമളം കൊണ്ട് എന്നെ തൊടുകയും ചെയ്തു. അപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ നിയോഗങ്ങളുടെ മേൽ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തിയല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിച്ചു. ആ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മാർച്ച് 15-ാം തീയതി എൻ്റെ കട ഞാൻ പൂട്ടി. വീണ്ടും ഞാൻ ജോലിയില്ലാതെ ഭവനത്തിലിരുന്നു, ഉടമ്പടിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടാ നമുക്ക് ജോലിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, നമ്മുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾ കടബാധ്യത തീർക്കണം. അങ്ങനെ എൻ്റെ ഉള്ള വാഹനങ്ങൾ വിറ്റ് കട മുഴുവൻ ഞാൻ തീർത്തു. അങ്ങനെ മാർച്ച് 31 ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇസ്രയേലിൽ നിന്നൊരു വിളി വരണം. പക്ഷെ ആര് വിളിക്കും? ഒരു എംബസിയിലോ ഒരു ഏജൻസിയിലോ ഞാൻ പേര് ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 31-ാം തീയതി എനിക്കൊരു കോള് വരണം. അങ്ങനെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് 31-ാം തീയതി രാവിലെയായി, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി, 7:30 ആയപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു, ഒരു കോള് പോലും വന്നില്ലല്ലോ. നമ്മൾ ഡേറ്റ് എഴുതി ഇടുകയും ചെയ്ത്. പലവരും പറഞ്ഞു ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഡേറ്റ് എഴുതിയിട്ടിട്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ? അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 7:35 ആയപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകാനായി എനിക്ക് താല്പര്യമുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയാവോ? അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരികയും ഈ കോള് തരികയും അറ്റൻഡ് ചെയ്യുകയും ഞാൻ ചെയ്യുകയായിരുന്നു. അവിടെ തൊട്ട് എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം തുടങ്ങി. യാതൊരു പൈസയുമില്ല. 19 ലക്ഷം രൂപ അടുത്തോളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, എല്ലാം നടക്കും ഉറച്ചു വിശ്വസിച്ചു.
അങ്ങനെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് ജൂണിൽ രണ്ടാമത്തെ ഉടമ്പടിയിലോടുകൂടി ഞാൻ മുംബൈയിലേക്ക് പോയി, ക്ലാസ് കൂടി. രണ്ടാമത്തെ ഉടമ്പടി ഇരിക്കെ ചെയ്യുകയെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പാലിച്ച എല്ലാ കാര്യങ്ങളും പക്ഷേ രണ്ടാമത്തെ ഉടമ്പടിയിൽ എനിക്ക് സാധിച്ചില്ല. പലതും മുടങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയും സമയം തെറ്റിയായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി. ആദ്യം കത്തിയ പോലെ രണ്ടാമത്തെ ഉടമ്പടി എനിക്ക് കത്തിയില്ല. ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പൂർത്തീകരണത്തോടു കൂടി ഞാൻ വീണ്ടും ഇവിടെ വന്നു. മൂന്നാമത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ആഗസ്റ്റ് 11-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ ഇവിടെ ഇരിക്കുന്ന അസൈൻമെൻറ്റിൽ എനിക്ക് എത്ര മാർക്കാണോ അതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കൂട്ടിയാൽ കിട്ടണം അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി തിരിച്ചിറങ്ങി ഉടമ്പടി കൂടി. ഞാൻ തിരിച്ച് ഇവിടെ വന്ന് ഓരോ സാറുമാരുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിനെ കണ്ടു. സിസ്റ്ററിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിങ്ങനെ ഇസ്രയേലിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കൊന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന. ഇതുവരെ എനിക്ക് ഇൻ്റർവ്യൂ വന്നില്ല. 1 മാസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വന്നതാണ്. ആരും വിളിച്ചില്ല. എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ്ങെല്ലാം കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വന്നു. 1.5 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചില്ല. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, ഇത്രയും തിരക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് ഉടനെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, താഴേക്ക് ചെന്നിട്ട് അമ്മയുടെ മുൻപേ നിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നീട്ടിട്ട് പറഞ്ഞണം. ഏറ്റെടുക്കുക അമ്മയെന്ന് നീ ഉറച്ച് വിളിച്ച് പറഞ്ഞിട്ട് നീ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക, നിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് 11-ാം തീയതി ഞാനിവിടെ വന്ന് അമ്മയോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് ഞാനെൻ്റെ ഭവനത്തിലേക്ക് പോയി വീണ്ടും പ്രാർത്ഥനയിലിരുന്നു. ഓഗസ്റ്റ് 11 കഴിഞ്ഞു. വീണ്ടും പ്രാർത്ഥനയിലിരുന്നു, പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തി. അങ്ങനെ ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ രാവിലെ തൊട്ടിരുന്ന ഒരു പ്രതീക്ഷയുണ്ട്, വിളിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. 11 മണിയായപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. റെഡിയായിരിക്കുക, വീഡിയോ കോൾ റെഡിയായിരിക്കുക. അങ്ങനെ വീഡിയോ കോളാണ് വന്നത്. ഫസ്റ്റ് കോള് ഏജൻസിയുടെ, ഇസ്രയേലിൻ്റെ. പക്ഷേ എൻ്റെ ദൈവം അവിടെ എന്നെ തോൽപ്പിച്ച പോലെ ആയിപ്പോയി. അതിന് മുന്നേ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഈ കോള് വരുന്നൊന്നും കണ്ടില്ല. 2 പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് 10 മിനിറ്റ് മുന്നേ റെഡിയായിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും 12:30 വിളിച്ചു, 1:30 വിളിച്ചു. അങ്ങനെ സമയം മാറി വിളിച്ചു. ഞാൻ സുഖനിദ്രയിൽ കടന്നുറങ്ങി. പക്ഷേ ഞാൻ ഈ കോളുകളൊന്നും കണ്ടില്ല. വൈകുന്നേരം 6 മണിയായപ്പോൾ 5:45 സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കോൾ ഫോണിൽ കാണുന്നത്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കൂടെയുള്ളവരെ എല്ലാം ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ കോള് വന്നല്ലോ, നിനക്ക് വന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ വന്ന മെസ്സേജിലേക്ക് ഇങ്ങനെ ഇടുക, ഐ ആം സോറി, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാനിങ്ങനെ എഴുതിയിട്ടു. ഞാൻ വളരെ ഇതോടുകൂടി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് മാത്രം എന്തു പറ്റി, ഞാൻ ഉറങ്ങിപ്പോയില്ല, ഇത്രയും ദിവസം ഞാൻ ഉണർന്നിരുന്നു, ആ സമയമായപ്പോൾ എന്നെ ഉറക്കിക്കളഞ്ഞുവല്ലോ. വീണ്ടും രാത്രിയോളം 10 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, കോള് വരും. ആ സമയം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം 20-ാം തീയതി ഞാൻ ഇതുപോലെ 11 മണി ആയപ്പോൾ ഞാൻ വീണ്ടും ഒരുങ്ങിയിരുന്നു. 12 മണിയായപ്പം ഡയറക്റ്റ് കോള് വിളിക്കുകയാണ്. പക്ഷേ ആ ഒരു കോള് ഏജൻസിയുടെ മാത്രമല്ലായിരുന്നു, എന്നെ തിരഞ്ഞെടുത്ത ഫാമിലിയും കൂടി ഗ്രൂപ്പ് കോളായിട്ടാണ് എന്നെ വിളിച്ചത്. തക്ക സമയത്ത് ഞാൻ ആ കോൾ എടുത്തു, അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രീതിയിലാണ്, എനിക്ക് ബേസിക് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല കൈ പിടിച്ചുകൊണ്ട് ഉപ്പ് വിതറി ആദ്യം തന്നെ ഞാൻ വീഡിയോയുടെ മുന്നിലിരുന്നോട് പ്രാർത്ഥിച്ചു. സ്വർഗാരോഹണ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയാണ്, എനിക്ക് യാതൊന്നും ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്നില്ല, ബേസിക് മാത്രമേ പറയും, എന്നെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിർത്തുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്ന് ഞാൻ വിശ്വാസപ്രമാണം ഉറച്ചു ചൊല്ലിയ സമയത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ റെഡിയാകുവാണ്, നീ റെഡിയായിക്കൂ എന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ അവരെന്നോട് ചോദിച്ചു ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയാൻ പറ്റി. ഒരു 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ചോദ്യത്തിന് ഞാൻ സ്റ്റക്കായി പോയപ്പോൾ ഞാൻ ചിരിച്ചിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചിരിച്ചു തന്നെ ഇരുന്നു. ഭയപ്പെട്ട് എൻ്റെ കാലുകളെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഞാൻ എന്ത് മറുപടി പറയും? ചിരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇരുന്നു. എന്നോട് പറഞ്ഞു, പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വാ, 5 മിനിറ്റ് വീണ്ടും ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും വെള്ളം കുടിച്ച് ഞാൻ വന്നിരുന്നു. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. നിനക്ക് പേഷ്യൻ്റ് റെഡിയാണ്, നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു, നീ ജെനുവിനാണ്, നിനക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സമയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി എന്താണ് ഇവർ പറയുന്നത്? അങ്ങനെ കോള് കട്ടായി പോവുകയാണ്. വീണ്ടും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു,
എനിക്ക് കോൾ ഇന്ന് വിളിച്ചിരിക്കുന്നു, നിങ്ങളെ വിളിച്ചിട്ട് എന്തായി? ഞങ്ങളാരും സെലക്ട് ആയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ ആഴ്ച കഴിഞ്ഞു. 26-ാം തീയതി, ഓഗസ്റ്റ് 26-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ 6 പൊതി ചോറ് വെച്ച് ഞാൻ വീട്ടിൽ രാവിലെ അമ്മയോട് പറഞ്ഞു, നമുക്ക് കോട്ടയത്തുള്ള നഗരത്തിൽ നിർധനരായ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 6 പൊതി ചോറ് കൊണ്ട് കൊടുക്കാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എൻ്റെ ജന്മദിനമായിക്കൊണ്ട് ഞാൻ 6 പൊതി ചോറ് 6 നിയോഗങ്ങൾ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോട്ടയം നഗരം വഴി നടന്നു. നിർധനരായ 6 പേരെ കണ്ടെത്തി ഞാൻ അവർക്ക് കൊടുത്തു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകണമേ. വിളിച്ച ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചയാകുകയാണ്. അങ്ങനെ വൈകുന്നേരം 7:30 കഴിഞ്ഞ് 8 കൂടിയായപ്പം എന്നെ വിളിക്കുന്നു. എൻ്റെ വിസായും എൻ്റെ മദാഷായും എൻ്റെ ജോബ് ഓർഡറും റെഡിയായി, നീ എത്രയും വേഗം ഇവിടുന്ന് കയറിപ്പോരുക എന്ന്. അങ്ങനെ ഞാൻ യേശുവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം നടന്നാലും ഇനിയും എനിക്ക് വേണം 19 ലക്ഷം രൂപ വേണം എനിക്ക് പോകാൻ. പക്ഷെ പൈസയും റെഡിയായില്ല, കയറി പോകാനും പറയുന്നു. അങ്ങനെ ഞാനിന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വൈകിട്ട് 10 മണിയോടുകൂടി ഞാനും എൻ്റെ അമ്മയും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ കാശ് രൂപം നീട്ടി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഈ 19 ലക്ഷം രൂപയിൽ ഞാൻ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കും അവർക്ക്? എനിക്ക് സമയത്തിന് കയറിപ്പോവുകയും ചെയ്യണമല്ലോ, എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചു. ആ രാവിലെ 5 മണി വരെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാം എൻ്റെ അമ്മ കേട്ടു. അങ്ങനെ കഴിഞ്ഞ ഞായറായി, തിങ്കളായി, ചൊവ്വാഴ്ചയായി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, നിൻ്റെ കാര്യം നടത്തിക്കൊള്ളാം, നീ നേരെ കയറിപ്പൊക്കൊള്ളുക, പൈസ ഞാൻ തന്നോളാം. അങ്ങനെ ഞാൻ ഈ വരുന്ന ബുധനാഴ്ച ഞാൻ കയറിപ്പോവുകയാണ്. ഇസ്രയേൽ എന്ന ദേശത്ത് ടെല്ലവീവ് എന്ന സ്ഥലത്ത് പെറ്റ്വാറ്റിക്കോ എന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ വഴിയായി ഈ കിട്ടിയ എനിക്ക് അനുഗ്രഹത്തിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. ഈ ദേശത്ത് വന്നതുകൊണ്ട് കണ്ണീരോടുകൂടി ഞാൻ വന്നു. സന്തോഷത്തോടെ ഞാൻ ഈ അൽത്താരയിൽ നിൽക്കുന്നു. 1000 നന്ദി അമ്മയ്ക്കും പരിശുദ്ധ ദൈവകുമാരനും. എൻ്റെ പേര് ജാൻസി KJ. ഞങ്ങൾ വയനാട് കോറോം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവകങ്ങളാണ്. അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ അവസരം ഈ അൾത്താരയിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 4 വർഷം മുമ്പ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തില്ല. കാരണം ഉടമ്പടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെല്ലാം പാലിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാണ്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളാണല്ലോ പിന്നീട് നമുക്കൊരു വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ. പിന്നെ ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് B1 ഒരു മൊഡ്യൂൾ ഫെയിലായി. അപ്പോൾ ഞാൻ തിരുവല്ല വെച്ച് എക്സാം എഴുതാൻ പോകുന്ന വഴി എല്ലാവരും എന്നെ നെഗറ്റീവ് കമൻറ്റൊക്കെ പറഞ്ഞു, എന്തിന് നീ ഉടമ്പടി എടുക്കണം, പിന്നെ ഉടമ്പടി എന്നൊരു സംഭവം നമ്മുടെ സഭയിലില്ല, പിന്നെ ഇത് അമ്മ മാതാവ് എവിടെയാണെങ്കിലും ഉണ്ടാകും, പിന്നെ വയനാട്ടിൽ നിന്ന് നിങ്ങൾ എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ആലപ്പുഴയിൽ പോയി മാതാവിൻ്റെ അടുത്ത് പോയി കാണണം എന്നൊക്കെ. പക്ഷേ അതിനെയെല്ലാം ഞാൻ മറന്ന് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. എനിക്ക് അന്ന് അച്ഛനെ കാണാനുള്ള അവസരമുണ്ടായി. അച്ഛൻ ഒത്തിരിയേറെ നന്നായി പ്രാർത്ഥിച്ചു, എനിക്ക് കാശുരൂപം തന്നു, എൻ്റെ പേനയെല്ലാം വെഞ്ചരിച്ച് തന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. 73 പേര് എഴുതിയതിൽ 13 പേര് പാസ്സായുള്ളൂ. അതിനകത്ത് ഒരു വ്യക്തിയായിട്ട് ദൈവമാതാവ് എന്നെ ഉയർത്തി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ മാർച്ച് 19 ആദ്യത്തെ ഉടമ്പടി എടുത്തത്. അത് ഞാൻ ജൂലൈ 12 ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഈ ഇതിലെല്ലാം ഞാൻ നിയോഗങ്ങളെല്ലാം വെച്ച് എൻ്റെ ഏകദേശ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തന്നു. അതെല്ലാം വിവരിക്കാൻ എനിക്കൊരു സമയം ഇവിടെ തികയില്ല എന്ന് മാത്രമല്ല, എനിക്ക് അവരെ എല്ലാം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ എഴുതി വെച്ച ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നു എന്നുള്ളതാണ്. അടുത്ത എൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് ഞാൻ എൻ്റെ നിയോഗം വെച്ചിരുന്നു. അതിന് കൃത്യമായിട്ട്, അത് ഞങ്ങളുടെ ഒരു വലിയൊരു ആവശ്യമായിരുന്നു, അതിന് കൃത്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ദൈവമാതാവ് ഞങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ അവിടെ അനുഭവം ആക്കി തന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ആർമിയിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്രൈസിസിന് നേരിടേണ്ടി വരുന്നു. രാവും പകലും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം. വളരെ ആത്മാർത്ഥതയോടും ഒരു തെറ്റുമില്ലാണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. അങ്ങനെ മാർച്ച് എൻഡിങ്ങിൽ പിന്നെ ക്ലോസിംഗ് ഡേറ്റ് വന്നു. എല്ലാ കണക്കുകളൊക്കെ പൂർത്തീകരിക്കേണ്ട അവസരം വന്നപ്പം ഞാൻ അന്ന് ഇവിടെ
ആദ്യമായിട്ട് വരികയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്നോട് വിളിച്ചിട്ട് 2 ദിവസമായിട്ടൊന്നും വർത്തമാനം പറയുന്നില്ല. കാരണം അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇതൊക്കെയാണ്, ഓക്കെ നമ്മൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് പറ്റി സൈലൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇത്രയും വലിയൊരു ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു, എനിക്കത് പറ്റുന്നില്ല, ഒരു ദിവസം എൻ്റെ മുന്നിൽ ബാക്കിയുള്ളൂ, ഞാൻ ഇത്രയും നാളും ആത്മാർത്ഥമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട പണികളൊക്കെ വെറുതെ, നാളെ ഒരു പ്രഭാതമാകുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുന്നൊരു ദിവസമാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ കൃപാസനത്തിലേക്കാണ് പോകുന്നത്, സമയഘടികാരം നെഞ്ചിലേറ്റിയ മാതാവ് അതിനെല്ലാം ഉത്തരം തരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടിയൊക്കെ എടുത്തു, ഞാൻ പുറത്തിറങ്ങി. ഞാൻ വിളിക്കുമ്പോൾ ഇന്നലെ വിളിച്ച ഒരാളെ അല്ല എന്നോട് ഫോണിൽ വർത്തമാനം പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി, കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങളൊക്കെ എന്തേ? പ്രശ്നങ്ങളെല്ലാം സോൾവായി, അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എങ്ങനെ സോൾവായി അറിയില്ല, അതെല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് മാതാവ് അവിടെ അനുഭവം തന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമത് റിട്ടയർമെൻറ്റ് പെൻഷനായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പം യാതൊരു തരത്തിലും ഒരു 30 പേരിൽ കൂടുതൽ അപേക്ഷ വരുമ്പോൾ ഒരു വർഷത്തിലാകെ 6 പേര് മാത്രമേ അവിടെ സെലക്ട് ചെയ്യുള്ളൂ. അത് പ്രിയോറിറ്റി വൈസിൽ നമുക്കൊന്നും ഒരു തരത്തിലും മുൻഗണന കിട്ടില്ല എന്നിരിക്കെ വളരെയധികം വിഷമമായിരുന്നു. കാരണം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പോകാനുള്ള പ്രോസസ്സിങ്ങിലാണ്, മക്കൾ മാറി നിൽക്കണം. അപ്പം ഇപ്പോൾ ഈ അപേക്ഷ കൊടുത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ഇനി 2 വർഷം ലേറ്റ് ആയിട്ടായിരിക്കും അപേക്ഷ സ്വീകരിച്ച് പ്രോസസ്സിങ് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഒത്തിരിയേറെ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇല്ല, കൂടെ നിർത്തണം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നേ. അങ്ങനെ എന്നെക്കാളും കൂടുതൽ എന്നെ ഈ ഉടമ്പടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ചേട്ടായുടെ മമ്മി, എൻ്റെ അമ്മായിമ്മ. ആ മമ്മി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വിളിച്ചു പറ, സാക്ഷ്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ എന്തായാലും കുഴപ്പമില്ല, ഒരു തരത്തിലും വിളിക്കണം, അപേക്ഷ കൊടുത്തോളൂ, എല്ലാം മാതാവ് നോക്കിക്കോളുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വളരെയധികം ക്രൈസിസ് എന്ന് വളരെയധികം ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 10 പേരെ സെലക്റ്റായി. അതിൽ നിന്നും 6 പേര് മാത്രം എന്നുള്ളത് ഈ വർഷം മുതൽ അത് 8 പേരെ ഉയർത്തി അതിലൊരു അംഗമാകാൻ എൻ്റെ ചേട്ടായിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ആണ്. അതുപോലെ തന്നെ ഈ ഉടമ്പടിക്ക് ശേഷം നമ്മൾ വിചാരിക്കും ഉടമ്പടി വെറുതെയാണ്, ഞാനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, വലിയൊരു കാര്യമൊന്നും ഇല്ലെന്നൊക്കെ വിചാരിച്ചതെന്ന്. അങ്ങനെയല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്ന ഒന്നാണ്. കാരണം എന്താണ്, നമ്മുടെ ഒരു കൂടെ കാശ്രൂപമുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കണതോ ഞാൻ തളർന്നു പോകും, ഒരിക്കലുമില്ല. അപ്പം നമ്മളിപ്പോൾ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും നമുക്കൊരു തളർച്ച സംഭവിക്കില്ല. നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് അവിടെ. അപ്പോൾ എന്തുകൊണ്ട്, അതുപോലെ തന്നെ കുറേ അനുഭവങ്ങളുണ്ട്. എനിക്കത് മുഴുവൻ എനിക്കിവിടെ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങളുണ്ടായി, അതുപോലെ എൻ്റെ മമ്മിക്ക് ഓപ്പറേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ കാശ്രൂപം ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ നീ എൻ്റെ കൂടെയുണ്ട്, അപ്പം ഇതിലൊന്നും കൈവിടരുത്. അതെല്ലാം വളരെയധികം സക്സസ് ആയി. ഡോക്ടർമാർ വരെ പറഞ്ഞു ഞങ്ങളോട് ഇതെന്തൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. അത്രയേറെ അനുഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ദിവസം എൻ്റെ പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോയപ്പം പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നു ഇരുന്നിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു എന്ത് പറ്റി, പനിയാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോറെടുത്ത് മാറ്റി, ഞാൻ കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു ചോറ് കുറച്ചും കൂടെ മഴയല്ലേ, നല്ല മഴ, വയനാട് അതിൻ്റെ കുറച്ചും കൂടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ചോറ് ചൂടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന്, അതുപോലെ എൻ്റെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ്. ഞാൻ അവിടുന്ന് മാറി 2 സ്റ്റെപ്പ് മാറുമ്പോഴേക്കും ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല, അതിൻ്റെ മേളിൽ വലിയൊരു ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക വന്ന് ഞാൻ ഇരുന്നിടത്ത് വന്ന് വീഴുകയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചോറൊക്കെ കൊടുത്ത് അതിനോട് ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വരുന്ന വ്യക്തി അതുപോലെ. അങ്ങനെ ഞാൻ പറയട്ടെ, ചെറുതായ ഇപ്പം 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിരവധിയായ ഓരോ ഘട്ടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ മാതാവ് നമ്മളെ സമീപം. ഇപ്പോൾ അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സന്ദേശങ്ങൾ കൊണ്ടും നമ്മളെ മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹിക്കും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞത് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാനിപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞുകൊണ്ട് ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നാട്ടിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, നാട്ടിൽ വർക്കും ചെയ്തിട്ടില്ല, സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, പുറത്താണ് എല്ലാം വർക്ക് ചെയ്തത്. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു ഒക്കെ വെറുതെ ഇരിക്കില്ല, ഒരു 3-4 മാസമാണെങ്കിൽ നമുക്കൊന്ന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് പാർട്ടി ബേസിൽ നടക്കുന്ന ഒന്നാണ്, അവിടെ ഓൾറെഡി വേക്കൻസി ഒക്കെ ഫിൽഡാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ നമുക്കറിയാം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഉപേക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ നിന്ന് കോള് വരികയാണ്, റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ്, എനിക്ക് വേക്കൻസി അവിടെ അലൗട്ടായിരിക്കുന്നു, വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. അപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം പോകേണ്ടതുണ്ട്. എന്നാൽ കൂടി എൻ്റെ ഒരു ആഗ്രഹത്തെ മാതാവ് അവിടെ കണ്ടു, എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ ഉടമ്പടി വെറും ഒരു എന്താ പറയുക, ഒരു കടമയായിട്ട് മാത്രം ഇതാക്കേണ്ട, കൃത്യമായിട്ട് മാതാവ്
മാതാവ് നമുക്ക് അനുഭവ വേദ്യമാവുന്ന ഒന്നാണ്. കാരണം ഈ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ എന്തു വേണ്ടി ഇത്രയും വിശ്വാസങ്ങളിലൂടെ ഒന്നും ഞാൻ വളരില്ല. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉടമ്പടി എന്നൊരാളുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ എനിക്കൊരു ധൈര്യം വരുന്നു. അതുപോലെ തന്നെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഒരു അല്ലെങ്കിൽ തെറ്റെൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം തെറ്റായിട്ട് ഞാൻ ചിന്തിക്കാൻ പോലെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഉടമ്പടിയിലാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസം നമ്മളെ വളരാൻ നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കണം. ആ വിശ്വാസത്തിൽ വളരുന്നതുകൂടി നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒത്തിരിയേറെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കാൻ നമ്മൾ സഹായിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഘടകം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ അതിനുശേഷം ഇപ്പം നമുക്കെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി എന്നൊരു ഇതുള്ളതുകൊണ്ട് നമ്മുടെ മുന്നിൽ എന്ത് കണ്ടാലും ഒരു കൈസഹായം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു സഹായം വേണോ നമുക്കില്ല എന്നാൽ കൂടി നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ചെല്ലാനും നമ്മളെ സഹായിക്കുന്നുള്ളതാണ് വേറൊരു സത്യം. അത് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പത്രം ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു വലിയ എൻ്റെ ഒരു ചോദ്യം. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോഴും എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ടുപോയി കൊടുക്കും, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? പക്ഷേ ഇതൊക്കെ വെറുതെയാണ്. ഞാൻ അതുകൊണ്ട് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ട താമസം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇതുകൊണ്ട് പോയിട്ട് ഇത്രയും പത്രം, ഇപ്പോൾ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇത്രയും പത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ ഇത്രയും പത്രം നീ എങ്ങനെ കൊടുത്തു തീർക്കുന്നു? അപ്പോൾ ഞാനും ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളവിടെ ചെന്ന് നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ സാക്ഷ്യങ്ങളെ, നമ്മളിവിടുത്തെ മഹാ അത്ഭുതങ്ങളെ പറയുമ്പോഴേക്കും ഒന്നുമില്ല, അവർ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ കണ്ണുനീരോടെ ഇറങ്ങി വരുന്നത് എന്താ എൻ്റെ കയ്യിൽ പത്രം തികയുന്നില്ലെന്നുള്ള സത്യം. അപ്പോൾ അത്രത്തോളം അത്ഭുതങ്ങളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഏറ്റവും നന്നായിട്ട് ഞങ്ങളുടെ മക്കൾക്കാണെങ്കിലും എൻ്റെ അലർജി, എൻ്റെ കാലിന് നിരന്തരമായിട്ട് ചൊറിച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ തൈലം പുരട്ടി ഞാൻ വെക്കും. അപ്പോൾ അതെല്ലാം കുറഞ്ഞു. എൻ്റെ മക്കൾക്ക് ഒരു അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഉപ്പ് കൊടുക്കാറുണ്ട്, അതെല്ലാം ക്ഷീണം മാറാറുണ്ട്. എൻ്റെ അയലോക്കത്തെ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയുന്നത്, എന്നോട് വന്നിട്ട് പറയും എൻ്റെ പശുവിന് തീരെ വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു, നീ തന്ന ഉപ്പ് ഞാൻ ഇട്ട് കുറച്ച് കൊടുത്തു, എന്തൊരു മാറ്റമാണ്. അപ്പം ഇപ്പം ഞാൻ എന്നേക്കാളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയട്ടെ, ഒരു 5:30 എഴുന്നേക്കേണ്ട പ്രാർത്ഥനയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകും. അപ്പോൾ 5:30 എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. പക്ഷേ അതിക്ക് മുമ്പ് നമുക്ക് കണ്ണ് തുറക്കില്ല. പക്ഷേ മമ്മി കണ്ണ് തുറക്കുന്നപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ 4:30, 4:45 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യും. അപ്പം നമ്മൾ തെറ്റായിട്ട് പോലും ആദ്യം നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷേ വീണ്ടും എന്താ ചിന്തിക്കുന്നത്, നമ്മൾ ഉടമ്പടിയിലാണ്, മാതാവിന് വേണ്ടി നമ്മുടെ അവകാശമാണ് പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മായിമ്മ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സംരക്ഷണ വലയമാണ്. മാതാവ് അനുകൂലമായ സാഹചര്യങ്ങൾ തന്ന് മാതാവ് നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ രേഖപ്പെടുത്തുന്നു.